എഡ്യൂക്കേറ്റഡ് ഡെയിലിയുടെ പുതിയ ഒരു എപ്പിസോഡിൽ വ്ലോഗിൽ കൂട്ടുകാരുമായി സബ്സ്ക്രൈബേഴ്സുമായി വ്യൂവേഴ്സുമായി ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കാര്യമാണ്. ഇറ്റ്സ് അബൌട്ട് ഗൾഫ് ജോലികൾ. അതായത് ഗൾഫിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഗൾഫിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഗൾഫിലുള്ള ജോബുമായി ബന്ധപ്പെട്ട് ലൈഫിനെ സെറ്റപ്പ് ചെയ്യാം, അതല്ല ഗൾഫിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് മിഥ്യാധാരണകൾ, അതായത് അബദ്ധധാരണകൾ പലതും നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ചിലപ്പോൾ അതിന് നമ്മുടെ സത്യാവസ്ഥയുമായി യാതൊരു ബന്ധമില്ലാത്തതായിരിക്കാം, ചിലപ്പോൾ അത് സത്യമായിരിക്കാം. അങ്ങനെയുള്ള 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൾഫിലെ ജോലി പൊതുവെ ആൾക്കാർ കാണുക എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഹ്യൂജ് മണി, കുറേ കാശ് കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് പൊതുവെ ഗൾഫ് ജോബിനെ ആൾക്കാർ കാണാറ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോയിൻ്റ്, ആദ്യത്തെ ധാരണ അത് അബദ്ധമാണോ മിഥ്യയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? പൊതുവെ ഗൾഫ് ജോലികളെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലിറ്ററിങ്, ആ ഒരു തിളക്കം ഇന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് കഴിഞ്ഞ ജനറേഷൻ, അതായത് 1960 ശേഷമുള്ള ആ ഒരു കാലയളവിൽ നിന്നും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. ആ വീഡിയോസിൻ്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുന്നു. ആ സമയത്ത് നിന്ന് ഈ സമയത്തേക്കുള്ള ഒരു വരവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലോകത്ത് വന്ന മാറ്റങ്ങൾ, ഇൻഫർമേഷൻ ടെക്നോളജിയും ഇൻ്റലിജൻസ് ടെക്നോളജിയും കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് റോബോട്ട് ടെക്നോളജി ഉപയോഗിച്ചുള്ള ഈ സമയം വരെ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വരെയുള്ള ഈ സമയത്ത് ഗൾഫ് ജോലികളും ഗൾഫിലെ ജോലിയുടെ അവസ്ഥകളും വളരെ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. അന്നത്തെ പോലെ ഇവിടെ വന്നാൽ ഒരു ലൈഫ് സെറ്റപ്പായി തിരിച്ചു പോകാൻ പറ്റും എന്ന് ബ്ലൈൻഡ്ലി അന്ധമായി പ്രതീക്ഷിക്കുന്നത് വളരെ ഒരു ബുദ്ധിയില്ലായ്മയാണ്, അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ്. ശരിയായ ഒരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇവിടുന്ന് സ്വർണം ഖനനം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്ത് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഗൾഫിലും ഒരു ശരിയായൊരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യമാണ് ബ്രിങ് വാല്യൂ, ടേക്ക് വാല്യൂ. ഗൾഫിലെ ജോലി അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കളായാലും അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. അതായത് അവരവരെ കുട്ടികളെ വളർത്തുന്ന സമയത്ത്, അവരെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവർ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടാക്കി തിരിച്ചു വരാൻ, അല്ലേ? കാരണം അവർ അങ്ങനെയാണ് ആ സമയത്തെ കണ്ടിരുന്നത്. അവർക്ക് അന്ന് 1960, 70, 80, 90, 2008 മുതൽ 10 വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ സ്മൂത്ത് റൈഡ്. നല്ല ഒരു പോക്കായിരുന്നു. നല്ല രീതിയിൽ നിങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതാണോ സിറ്റുവേഷൻ വളരെ മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റിയും നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങൾ നേടിയ ട്രെയിനിങ്ങും നിങ്ങളുടെ സ്കില്ലും വെച്ച് എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇനി ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകാൻ പറ്റൂ എന്നുള്ളതാണ്. അതല്ലാതെ ഒരു വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം ഇങ്ങനെ മിഥ്യധാരണയിൽ നമുക്കിവിടെ വന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നേടാൻ പറ്റും എന്നുള്ളത് തികച്ചും ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ്. ഇത് ഒരു മിത്താണ്. കാരണം ഇവിടെ വാല്യൂ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വാല്യൂ എടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഡോണ്ട് സെറ്റിൽ. ഇത് വളരെ ഒരു ഹൈപ്പ് നേടിയ ഒരു കോട്ടാണ്. ഒരിക്കലും സെറ്റിലാകരുത്, പ്രത്യേകിച്ച് ഗൾഫിൽ. ഇത് പറയുന്നത് സെറ്റിലാകരുത് എന്ന് പറഞ്ഞാൽ ഗൾഫിലെ ജോലി അവസ്ഥ വളരെ മാറിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈയിടെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ഒരു ജോബ് കൺസൾട്ടൻ്റാണ്. അദ്ദേഹം ജോബിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ആളാണ്. അതായത് മെയിൻ കമ്പനീസിലേക്ക്, ലൈക്ക് അറാംകോ, അഡ്നോക്ക് അതുപോലെയുള്ള എൻഡ് യൂസറാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഒരാളെ ജോബിലേക്ക് എടുത്താൽ 3 മാസം മാക്സിമം അദ്ദേഹത്തിന് കൊടുക്കും. ആ 3 മാസത്തിൽ അദ്ദേഹം
ട്രെയിനിങ്ങും അണ്ടർഗോ ചെയ്യും. കൂടാതെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കാനുള്ള സമയമാണ് ഈ 3 മാസം. ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ നല്ല ഒരു എഫേർട്ടല്ല അല്ലെങ്കിൽ നല്ല ഒരു റിസൾട്ടല്ല നിങ്ങളെ എംപ്ലോയറിന് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാനേജർ ആ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കുകയും അതിന് ഉള്ളിൽ തന്നെ ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ, അതായത് ജോലിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് പണ്ടത്തെ പോലെ ഒരു ജോബിൽ കയറിയാൽ പിന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആ ജോബിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റും. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻകം വരുത്തി നിങ്ങളുടെ ലൈഫും നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫാമിലിയുടെ ലൈഫും മുന്നോട്ട് നയിക്കാൻ പറ്റും എന്നുള്ളത് മിഥ്യാധാരണയാണ്. ഇവിടെ ആ രീതിയിലുള്ള ഒരു അവസ്ഥയല്ല. കാരണം നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഓരോ നിമിഷവും നിങ്ങളുടെ മാനേജർ അതിൻ്റെ ഹയറപ്പിന് റിപ്പോർട്ട് ചെയ്യുന്നതും അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി സ്ഥിരതയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെർക്സും അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യവും. കാരണം എത്രയോ ആൾക്കാർ ജോലിയില്ലാതെ തിരിഞ്ഞു നടക്കുകയാണ് ഇവിടെ. അവർക്ക് ജോബ് വേണം, അവർ ക്വാളിഫൈഡ് ആണ്. അവർ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഡിഗ്രീസും ഗ്രാജുവേഷനും നേടിയ ആൾക്കാരാണ്. അവർക്ക് ട്രൂ എഡ്യൂക്കേഷൻ ഉണ്ട്, അവർ സ്കിൽഡാണ്, അവർ ഹാർഡ് വർക്കിംഗ് ആണ്. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ കമ്പനിയുടെ പുറത്ത് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ജോബ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരു ഉഴപ്പനെ ജോബിൽ നിർത്തി അവർക്ക് യാതൊരു കാര്യവും നേടാൻ പറ്റില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ രീതിയിലുള്ള പുതിയ എംപ്ലോയീസിനെ നേടാനുള്ള റിക്രൂട്ട് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും സെറ്റിലാകരുത്. കാരണം സംബഡി ഔട്ട്സൈഡ് ഇസ് ലുക്കിംഗ് ഫോർ യുവർ ജോബ്. നിങ്ങളുടെ ജോബിനെ വേറൊരാൾ ട്രൈ ചെയ്യുകയാണ്. ആ കാര്യം ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. 4ാമത്തെ മിത്ത്, അതായത് നാഷണലൈസേഷൻ. അതായത് നമ്മുടെ രാജ്യത്തെ ആൾക്കാരെ ജോലിയിലേക്ക് ഇറക്കണം എന്നുള്ള ഒരു ബോധം ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട്. തീർച്ചയായും ഈ കാര്യം വളരെ വാലിഡാണ്. കാരണം ഈ രാജ്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും എത്രയോ ആൾക്കാർ ഇന്ന് എഡ്യൂക്കേഷൻ നേടുന്നു, അവർ ക്വാളിഫൈഡ് ആണ്, അവർ എലിജിബിളാണ്, അവർ ഇൻട്രസ്റ്റഡ് ആണ്, ദേ ആർ പാഷനേറ്റ് അബൌട്ട് ഡൂയിങ് ജോബ്. ആ ഒരു അവസ്ഥയിൽ പുറത്തു നിന്ന് എക്സ്പാട്രിയേറ്റ്സിനെ കൊണ്ടുവന്ന് ജോബ് ചെയ്യിക്കേണ്ട ആവശ്യം ഗവൺമെൻറ്റിനില്ല. ആ ഒരു അവസ്ഥയിൽ സൗദി അറേബ്യ ആയാലും ഖത്താർ ആയാലും UAE ആയാലും ഒമാൻ ആയാലും ബഹ്റൈൻ ആയാലും എവിടെയായാലും നാഷണലൈസേഷൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 2000 നിന്ന് ഇങ്ങോട്ട് നാഷണലൈസേഷൻ തുടക്കമായിരുന്നു. ഇന്ന് 2019 നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നാഷണലൈസേഷൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ, നാഷണാലിറ്റി ഉള്ള ആൾക്കാരെ എടുക്കണം എന്നുള്ള ആ ഒരു ഡ്രൈവ്, ആ രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുകയാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ കാര്യം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നാഷണലൈസേഷൻ ഉണ്ട്, അത് സത്യമാണ്, അത് നിങ്ങളുടെ ജോബിനൊരു ത്രെട്ടാണ്. നിങ്ങളുടേതായ ഒരു സ്പേസ്, നിങ്ങളുടേതായ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് ആ കമ്പനിയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരം നിങ്ങൾ സൃഷ്ടിച്ചില്ലെങ്കിൽ വേറെ ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. 5ാമത്തെ കാര്യമാണ് ജോബ് ബൈ റെഫറൻസ്. പൊതുവെയുള്ള ഗ്രാജുവേറ്റ്സ്, എൻ്റെ പല സ്റ്റുഡൻസും കൂടാതെ ഞാനും പലപ്പോഴും റെഫറൽ വഴി ആൾക്കാരെ പുതിയ ജോബിലേക്ക് കയറാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. പൊതുവെ പറയാറ് ഗൾഫിൽ ജോലി കിട്ടണമെങ്കിൽ റെഫറലാണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം സത്യമായിരുന്നു. പക്ഷേ 2019 അത് സത്യമല്ല. റെഫറൽ വഴി ജോബിൽ കയറിയാലും നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ടാലൻറ്റും നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യാതെ ഒരിക്കലും ആ ജോബിൽ നിങ്ങൾക്ക് കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഒരാൾ റെഫർ ചെയ്തു എന്ന് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഈ ജോബിൽ ആജീവനാന്തം മരിക്കും വരെ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യും വരെ നൽകാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് നിൽക്കുക. ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു റെഫറൽ ഒരു ലൈഫ് ലോങ് ജോബ് ഗ്യാരണ്ടി അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനിയുള്ളതാണ് 6ാമത്തെ മിത്ത്, അതായത് കഴുതകളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അതായത് കഴുതകൾ നമുക്കറിയാം എത്ര ജോലിയും എത്ര ഭാരവും അതിൻ്റെ പുറത്തിട്ട് കൊടുത്താൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ് കഴുതയുടെ ഒരു പ്രത്യേകത. കൂടാതെ ബുദ്ധിപരമായ കാര്യമായി അത് ചിന്തിക്കാറില്ല. അത് അതിൻ്റെ സ്കില്ലെന്ന് പറഞ്ഞാൽ ബേസിക് സ്കില്ലിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഇന്നും നിലനിൽക്കുന്നു നിർഭാഗ്യവശാൽ. കാരണം ആൾക്കാർ, ജോലി ചെയ്യുന്ന കൂട്ടുകാർ പൊതുവെ ലോ വേജസിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അവർ ഒരു രീതിയിലുള്ള ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷണൽ ഡിഗ്രീസും അവർ നേരത്തെ നേടിയിട്ടുണ്ടാവില്ല. ആ രീതിയിൽ അവർ ഒരു ബ്ലൂ കോളർ വർക്കറായി വർക്ക് ചെയ്ത് 800 1000 1200 ദിർഹംസ് വരെ, ഇത് സത്യമാണ്. കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആ രീതിയിലുള്ള ആൾക്കാരുമായി ഞാൻ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ആൾക്കാർ 800 500 1000 1200 ദിർഹംസ് വരെ
ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നേടി അതിൽ നിന്നും വീട്ടിലേക്ക് അയച്ച് കടം മേടിച്ച് ജീവിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ഇതിന്നും സത്യമാണ്. ഈ രീതിയിലുള്ള ആൾക്കാരുടെ മക്കളാണ് പല കാര്യത്തിലും നാട്ടിലും കാര്യങ്ങളിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നതും. കൂടാതെ കാശിൻ്റെ വില അറിയാതെ എങ്ങനെയാണ് അവരുടെ പാരൻസ് ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശിൻ്റെ വില അറിയാതെ നാട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിച്ച് എഡ്യൂക്കേഷന് പ്രോപ്പറായ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പലപ്പോഴും 10 കഴിഞ്ഞോ 12 കഴിഞ്ഞോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പുറത്ത് വന്ന് ഗൾഫിൽ വന്ന് ജോലി ചെയ്ത് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാക്കുക, കഴുതകളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു കഴുത എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടിങ് വേർഡായി ഉപയോഗിച്ചതല്ല, ഒരു മെറ്റാഫോറാണ്. അതായത് കഴുത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പുതിയ സ്കില്ല് ലേൺ ചെയ്യാതെ അവരുടേതായ രീതിയിൽ വർക്ക് ചെയ്ത് മരിക്കും വരെ അതേ രീതിയിൽ വർക്ക് ചെയ്താൽ മതി, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് ആവശ്യമില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡോണ്ട് ബി എ ഡോങ്കി. ഇനി 7ാമത്തെ മിത്താണ്. ഇവിടെ വരുന്നതാണ് ഹെൽത്ത് ഇസ് വെൽത്ത്. നിങ്ങളുടെ ആരോഗ്യം, ഗൾഫിലെ ജീവിത രീതി, AC റൂമിൽ കിടന്നുറങ്ങി TV കണ്ട്, ഇന്നാണെങ്കിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് ഫേസ്ബുക്ക് വീഡിയോ കണ്ട് യൂട്യൂബ് ചാനൽ കണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. വ്യായാമം ഇല്ല ഇവർക്ക്. ഇനി എന്താണ് അവരുടെ ഹെൽത്തിന് സംഭവിക്കാൻ പോകുന്നത്? ഷുഗറും കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും അങ്ങനെ അവരുടെ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട പല പല രോഗങ്ങൾ. ഇങ്ങനെ പോകുമ്പോൾ ഹെൽത്തിനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതം തന്നെ തകർക്കുകയും അവരുടെ ഫാമിലി ആരൊക്കെയാണ് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് വളരെ നെഗറ്റീവായ സിഗ്നൽ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹെൽത്തിനെ കുറിച്ച് ബോധവാന്മാരാകുക. അടുത്തുള്ള ജിമ്മിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റണ്ണിങ്ങിനോ വാക്കിങ്ങിനോ പോയി നിങ്ങളുടെ ഹെൽത്തിനെ കൂടി നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം ഗൾഫ് ജോലി എന്നുള്ളത് ഒരു പെർമനൻറ്റ് സൊല്യൂഷനല്ല, ഇതൊരു ടെമ്പററി സൊല്യൂഷനാണ്. ഇതിൻ്റെ കൂടെ നിങ്ങളൊരു പെർമനൻറ്റ് സിക്നെസ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഹെൽത്തിൽ ആഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അവസാനത്തെ മിത്താണ് ഓപ്പൺ യുവർ ഐസ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് തുറക്കാനുള്ള സമയം വന്നിരിക്കുന്നു. കണ്ണ് തുറക്കുക, കാണുക, യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ഇനി എഡ്യൂക്കേഷൻ മാത്രമല്ല, എഡ്യൂക്കേഷനോടൊപ്പം അതിനോടുള്ള പാഷൻ, കൂടാതെ ആ പർട്ടിക്കുലർ ഫീൽഡ്, ഏത് ഫീൽഡിലാണ് എഡ്യൂക്കേഷൻ നേടുന്നത് അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നൽകി അതിലൊരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്ത് അതിൽ ട്രെയിനിങ് നേടി ആ പർട്ടിക്കുലർ ജോബിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് കപ്പാസിറ്റിയോ ഉണ്ടാക്കാതെ ഇനി നിങ്ങൾക്ക് വെറും ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് 2-3 ഏജൻറ്റുമാരുമായി കോൺസ്പയർ ചെയ്ത് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കുന്ന പേപ്പർ കഷ്ണം വെച്ച് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. 2019 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ്റലിജൻസ് ഏജാണ്. ആർട്ടിഫിഷ്യൽ ടെക്നോളജി ഉപയോഗിച്ച് റോബോട്ട്സ് വരെ മനുഷ്യൻ്റെ ജോബ് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു സമയത്ത് വെറും ഒരു പേപ്പർ കഷ്ണം വെച്ച് നിങ്ങൾക്ക് കാര്യം നീക്കാൻ പറ്റും എന്നുള്ളത് മറക്കുക എന്നുള്ളതാണ്. സോ ഫ്രണ്ട്സ്, എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇത്ര മാത്രമേ ഇനി പറയാനുള്ളൂ. ഗൾഫിലെ ജോലി അത് ഒരു മിത്താണ്. നിങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, അതിന് ആവശ്യമായ ക്വാളിഫിക്കേഷൻ നേടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, വലിയ ഒരു ഏർണിങ്സ് കൊണ്ടുവരാൻ പറ്റും. തട്ടിപ്പ് നടത്തി ബാങ്കിൻ്റെ ലോൺ എടുത്ത് മുങ്ങി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്ലാൻ കാണിച്ച് ഇൻവെസ്റ്റേഴ്സിനെ കബളിപ്പിച്ച് പറ്റിച്ച് കാശുണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്നെങ്കിൽ കാലം മാറിയിരിക്കുന്നു. സത്യം മനസ്സിലാക്കുക, പുതിയ ലോകത്തെക്കുറിച്ച് അറിയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.